കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. അപ്പോൾ ഈ അനുസ്മരണ സമ്മേളനം ഇന്ന് പുതുപ്പള്ളിയിൽ രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുക. രാവിലെ 9 മണിക്ക് കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 11 വീടുകളുടെ താക്കോൽ ദാനവും പുതിയ സ്പോർട്സ് അരീനയുടെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി നിർവഹിക്കും. ഗോകുൽ രമേശുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ഗോകുലെ, ഗുഡ് മോർണിംഗ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? സേതു, നിലവിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഉമ്മൻചാണ്ടിയുടെ ദീപ്തമായിട്ടുള്ള സ്മരണയുടെ രണ്ടാം വാർഷികമാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് പുഷ്പമർപ്പിക്കുകയും പ്രാർത്ഥന അർപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പുതുപ്പള്ളി പള്ളിക്കുള്ളിൽ വിശുദ്ധ കുർബാന ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷനായിട്ടുള്ള മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് പള്ളിക്കുള്ളിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. ഒപ്പം കല്ലറയിലും പ്രത്യേകം ആളുകൾക്ക് വന്നുപോയി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർണ്ണമായി ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഒഴുക്ക് കല്ലറയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തി കല്ലറയിലെത്തി പുഷ്പം അർപ്പിക്കും എന്നാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന പരിപാടി. 9 മണിയോടുകൂടി രാഹുൽ ഗാന്ധി എത്തിച്ചേരും. അതിനുശേഷം രാഹുൽ ഗാന്ധി ഈ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഈ പള്ളി അങ്കണത്തിൽ തന്നെയാണ് പ്രധാന വേദി ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയായിരിക്കും പൊതുസമ്മേളനം. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനം പള്ളി അങ്കണത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കളടക്കം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഒരു വലിയ പരിപാടിയായി തന്നെ രണ്ടാം ചരമവാർഷികത്തെയും ക്രമീകരിച്ചിരിക്കുകയാണ് നിലവിലിവിടെ. എന്തായാലും ആ കല്ലറയിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളും പുഷ്പങ്ങളും ഒക്കെ വെച്ച് കല്ലറയിൽ വളരെ മനോഹരമായി തന്നെ അലങ്കരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ചടങ്ങുകൾ ഇന്ന് മുഴുവൻ ഇങ്ങനെ നീളുന്ന രീതിയിലുള്ള ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാം ചരമവാർഷികവും വളരെ വിപുലമായി തന്നെ ആചരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ രണ്ടാം ചരമവാർഷികത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ചടങ്ങുകളിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ പരിപാടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളും ഇന്ന് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. 11ഓളം വീടുകളുടെ താക്കോൽദാന പരിപാടി ഇന്ന് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന എന്ന് പറയുന്ന ആ മൈതാനത്തിൻ്റെ ഉദ്ഘാടനവും ഇന്ന് തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഇന്നത്തെ ചടങ്ങുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വിശുദ്ധ കുർബാന അടക്കമുള്ള ചടങ്ങുകൾ ഇപ്പോൾ പള്ളിക്കുള്ളിൽ നടക്കുകയാണ്. ഒപ്പം കല്ലറയിലും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 9 മണിയോടുകൂടി രാഹുൽ ഗാന്ധി എത്തും. ഇന്നലെ അദ്ദേഹം വൈകിട്ട് തീർച്ചയായിട്ടും നിലവിൽ ചാണ്ടിയമ്മൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അവരിപ്പോൾ പള്ളിക്കുള്ളിൽ ആ ചടങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ആളുകളൊക്കെ തന്നെ സാധാരണക്കാരടക്കമുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് പള്ളിയിലേക്ക് ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല മഴയുണ്ട്. പക്ഷേ ആ മഴയെ പോലും വകവയ്ക്കാത്ത രീതിയിൽ വലിയ ജനാവലി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. എന്തായാലും അല്പസമയം കൂടി കഴിയുന്നതോടുകൂടി പള്ളി അങ്കണം ഗോകുലിലേക്ക് ഞാൻ മടങ്ങി